വിളിച്ചപ്പം പുള്ളി പറഞ്ഞു അപ്പോൾ നമുക്ക് ലൊക്കേഷനിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നൈയിൽ നിന്നാണ് വന്നതെന്ന് ഓർത്തോണേ. എന്നിട്ട് ഈ പുള്ളിക്കാരൻ്റെ കാറിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോയിട്ട് അതന്നത്തെ ചോരത്തിളപ്പിന് എന്നിട്ട് വണ്ടിയിൽ ഇങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ എന്തോ വേറെ റോഡിൽ കൂടെ വിജനമായ റോഡിൽ കൂടെ വണ്ടി പോയിക്കൂടെ കാടിൻ്റെ നടുക്കൂടെ റോഡ്. അപ്പോൾ എനിക്ക് ഇച്ചിരി പേടിയാണ്. എന്നിട്ട് പിന്നെ പതുക്കെ വണ്ടി ഓടിച്ചിട്ട് പുള്ളി ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എന്നെ കെട്ടിപ്പിടിക്കുകയും അവിടെ പിടിച്ച് നിൽക്കുകയൊക്കെ പുള്ളി പ്രൈറ്റ് പാർട്ടിലൊക്കെ തൊടുകയൊക്കെ അയ്യേ അയാൾ അത്രക്കാരനാണോ? വിട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വിടുന്നില്ല. പുള്ളി എവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഡോറ് തുറന്നു. ഞാൻ ചാടും പിന്നെ വിട് എന്ന് പറഞ്ഞാൽ മുറക്കെ പിടിച്ചിരിക്കും ഒരു ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് മുറക്കെ. സിനിമയിൽ സൽഗുണ സമ്പന്നൻ, ജീവിതത്തിൽ മഹാപോക്രികളും. ആ വണ്ടിക്കകത്തോണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു അന്നൊരു ദിവസം. അപ്പോൾ പുള്ളി പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് എന്നെ എന്നെ എവിടെ കയറ്റി ഇവിടെ കൊണ്ടുവിടാൻ പറഞ്ഞു. അവർക്കോ സംസ്കാരമില്ല, നമ്മളതുപോലെ ആവണോ? പക്ഷേ അന്നേരം ശ്രദ്ധിക്കുക അവിടെ ജനങ്ങളൊന്നുമില്ല. പുള്ളിയോട് പോകാൻ പറഞ്ഞു. ഞാനവിടെ ഒറ്റപ്പെട്ട് പോടും എല്ലാ വന്യമൃഗങ്ങൾ അതുപോലത്തെ ഭയാനകമായിട്ടുള്ളൊരു കാടായിരുന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞില്ല സോറി ഇനി ഞാൻ ചെയ്യത്തില്ല കയറുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് വണ്ടിയെ കയറിയിരുന്നു. പുള്ളി എന്നെ അവിടെ നിന്ന് ഇറക്കി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പുള്ളിയുടെ സൈഡിൽ നിന്ന്. കുഴപ്പമായി എന്നാ തോന്നുന്നത്. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചു. കഷ്ടം. വണ്ടി കിട്ടോ